മൂവാറ്റുപുഴ നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ പരക്കെ അതൃപ്തി. മാരത്തൺ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പും വലിയ അതൃപ്തിയിൽ കലാശിച്ചു. കൗൺസിലിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസിനെ തഴഞ്ഞത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിൽക്കുന്നതല്ലെന്ന് പ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ ടീമിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസിന് നൽകിയിരുന്നത് പിൻവലിച്ചതാണ് പരാതികൾക്ക് ഇടയാക്കിയത്. ചരിത്ര നേട്ടമായി തുടർച്ചയായ രണ്ടാം തവണ നഗരസഭയുടെ ഭരണത്തിലേറിയ UDF കേരള കോൺഗ്രസിനെ പാടെ തടയുകയായിരുന്നു. മാത്രമല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രദേശങ്ങൾക്കും പ്രാതിനിധ്യം നൽകാനും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. മാറാടി, വാഴപ്പിള്ളി, ആരക്കുഴ, കിഴക്കേക്കര പ്രദേശങ്ങളെ പാടെ അവഗണിച്ച് കാവുങ്കര, വെള്ളൂർക്കുന്നം ഭാഗത്തെ കൗൺസിലർമാർക്ക് സ്ഥാനങ്ങൾ വീതം വെച്ച് നൽകിയതായും പരാതിയുണ്ട്. ജിനു ആന്റണിയുടെ സ്ഥാനം മാത്രമാണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ചെയർപേഴ്സൺ സ്ഥാനവും 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളും നഗരസഭയിൽ 15 അംഗങ്ങളുള്ള കോൺഗ്രസ് കൈവശം വെച്ചപ്പോൾ വൈസ് ചെയർമാൻ തന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആകണമെന്ന നിബന്ധനയുള്ളതിനാൽ വൈസ് ചെയർമാൻ സ്ഥാനവും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളും 3 അംഗങ്ങളുള്ള മുസ്ലിം ലീഗിനാണ് നൽകിയത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ ജോസ് കുര്യാക്കോസിന് നൽകിയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഇക്കുറി വിജയിച്ച ഷിത റാണി തോമസിന് നൽകാമെന്ന് UDF നേതൃത്വം വാക്കാൽ പറഞ്ഞിരുന്നെങ്കിലും അന്തിമ തീരുമാനമെത്തിയപ്പോൾ ഷിത റാണി തോമസിനെ ഒഴിവാക്കുകയായിരുന്നു. പിന്തുണയ്ക്കാൻ തയ്യാറായുള്ള കോൺഗ്രസ് വിമതരുടെയോ മറ്റ് ഘടക കക്ഷികളുടെയോ പിന്തുണയില്ലാതെ തന്നെ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന് ഭരണം സാധ്യമായതിന്റെ ധാർഷ്ട്യത്തിലാണ് ഒരംഗം മാത്രമുള്ള കേരള കോൺഗ്രസിനെ നേതൃത്വം തഴഞ്ഞതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച. ചെയർപേഴ്സൺ സ്ഥാനം ടേം അടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോഴും ഘടക കക്ഷികളെ പരിഗണിച്ചിട്ടില്ല. ജോയ്സ് മേരി ആന്റണിക്ക് ശേഷം ചെയർപേഴ്സൺ സ്ഥാനം പ്രതീക്ഷിച്ചിരിക്കുന്ന P രജിതയ്ക്കും അസം ബീഗത്തിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകിയതാണ് കേരള കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ഈ അസ്വാരസ്യങ്ങൾ ബാധിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.